ഹായ് ഫ്രണ്ട്സ്, സാക്സഫാരുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മനോഹരമായ കാഴ്ച വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന നബിദിനത്തോടനുബന്ധിച്ച് കൊയിലാണ്ടി മാർക്കറ്റ് പ്രദേശം ഒരുക്കുന്ന ആ ഒരു ഭക്ഷണ വിതരണമാണ് നമുക്കിന്ന് കാണാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് കാണുക, ബെൽ ബട്ടൺ അമർത്തുക. പ്രിയപ്പെട്ട ഒരു ഫ്ലെക്സ് കണ്ടോ? നബിദിന ആഘോഷത്തോടനുബന്ധിച്ച് കൊയിലാണ്ടി മാർക്കറ്റ് പ്രദേശം ഒരുക്കുന്ന നബിദിന ആഘോഷത്തോടനുബന്ധിച്ചുള്ള പന്തലിൽ കണ്ട ഒരു ഫ്ലെക്സ് വളരെ മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ്. അത് തന്നെയാണ് അവരുടെ പരസ്പര സ്നേഹം ബഹുമാനമാണ് ആ ഫ്ലെക്സിലൂടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവരിത് അവിടെ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് അത് വിതരണത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, കൊയിലാണ്ടി മാർക്കറ്റിൽ വർഷങ്ങളായിട്ട് നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭക്ഷണ വിതരണത്തിൻ്റെ കൗണ്ടറാണിത്. ഇവിടെ നിന്ന് ഭക്ഷണം അവിടെ വലിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് നാനാജാതി മതസ്ഥരും എല്ലാവരും, അത് വലിയവനോ ചെറിയവനോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് അവർക്കുള്ള ഭക്ഷണം ആ ടേബിളിൽ വളരെ ആദരവോടു കൂടി തന്നെ കൊണ്ടുവച്ച് കൊടുക്കുന്ന ഒരു അപൂർവമായ കാഴ്ച തന്നെയാണ് എല്ലാ വർഷവും നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പഴയ മാർക്കറ്റ് തുടങ്ങിയതാണ്. അങ്ങനെ പഴയ മാർക്കറ്റ് തുടങ്ങിയത് ആ ഒരു ആചാരം പോലെ തന്നെ അവരിപ്പോൾ പുതിയ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ പുതിയ മാർക്കറ്റിലും ഇതുപോലെ തന്നെ അവരിങ്ങനെ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. എല്ലാവരും വന്ന് വളരെ അച്ചടക്കത്തോടെ ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. പുറമേ നല്ല ക്യൂ ഉണ്ട്. ആ സമയത്തിനനുസരിച്ച് ആളുകൾ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. ഇവിടെ പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന വലിയൊരു മൗലൂദ് സദസ്സ് മാർക്കറ്റിനുള്ളിൽ നടക്കും. അങ്ങനെ ആ സദസ്സിന് ശേഷമാണ് ഭക്ഷണ വിതരണം നടക്കുക. ആ മൗലൂദ് സദസ്സിലും നാനാജാതി മതസ്ഥർ, അവിടെ അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാവരും ഈ മാർക്കറ്റിനകത്തുള്ള എല്ലാവരും ഒരൊറ്റ മനസ്സോടെ, അതുപോലെ തന്നെ കൊയിലാണ്ടിയിലെ എല്ലാവരും പണ്ഡിതന്മാരെക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഒരൊറ്റ മനസ്സോടെയാണ് ആ മൗലൂദ് സദസ്സ് പങ്കെടുക്കുക. അത് കഴിഞ്ഞാൽ നേരെ ഭക്ഷണ വിതരണമാണ്. 5000-ഓളം ആളുകൾക്കാണ് ഈ പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. അതും നെയ്ച്ചോറടക്കമുള്ള നല്ല മനോഹരമായ രുചികരമായ ഭക്ഷണം. മനസ്സും വയറും നിറച്ചുകൊണ്ട് തന്നെയാണ് പലരും ഇവിടെ ഭക്ഷണം കഴിച്ചവരൊക്കെ ഇവിടുന്ന് പോകുന്നത്. മനസ്സും വയറും നിറച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവരൊക്കെ പോകുന്നത്. ഇതിൻ്റെ സംഘാടകർ എല്ലാവരും ഉണ്ട്. ഈ മാർക്കറ്റിലെ കച്ചവടക്കാർ, തൊഴിലാളികൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ സ്റ്റാളിലെ കച്ചവടക്കാർ, വിവിധ സ്റ്റാളുകളിലെ ആളുകൾ, ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ, അങ്ങനെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒന്നിച്ചിരുന്ന് ഒരു എന്താ പറയുക, എല്ലാവർക്കും മാതൃകയാവുന്നൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവ കാഴ്ചയായി മാറുകയാണ് എല്ലാ നബിദിനത്തിനുമുള്ള ഇവരുടെ ഈ ഒരു ഭക്ഷണ വിതരണം. നബിദിനത്തിന് മാത്രമല്ല, ഇനിയിപ്പോൾ നവരാത്രി ആഘോഷം വരുമ്പോൾ അവർ വീണ്ടും ഒരുമിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം ഇവർ തീർക്കുമ്പോഴേ. അപ്പോൾ കൊയിലാണ്ടി മാർക്കറ്റ് പ്രദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. മാനവ സ്നേഹത്തിൻ്റെ മാതൃക തന്നെയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ വെറുപ്പുകൾ മറന്ന് സ്നേഹത്തിൻ്റെ അന്നമൂട്ടുന്ന മാർക്കറ്റ് പ്ലേസിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇന്ന് എൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്.